എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ നേവിയിലേക്കുള്ള ഓഫീസർ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് ഫോർ വേരിയസ് എൻട്രീസ് ജനുവരി 2027 കോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇത് റിലീസായിട്ടുള്ളത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല. 24 ജനുവരി ഈ മാസം 24 തീയതി മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഫെബ്രുവരി 24 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞ ഒരു വീഡിയോയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ത്യൻ നേവിയിൽ ഓഫീസർ ആവാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപേക്ഷ അയയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ കണ്ടതിന് ശേഷം അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ കോഴ്സൊക്കെ നടത്തുന്നത്. അപ്പോൾ കേരളക്കാർക്ക് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ ബ്രാഞ്ച് വരുന്നുണ്ട്, ടെക്നിക്കൽ ബ്രാഞ്ച് വരുന്നുണ്ട്. 3 ബ്രാഞ്ചുകളാണ്. അതിലോരോ ബ്രാഞ്ചിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ ഹൈഡ്രോ കാഡ് വരുന്നുണ്ട്. BE അല്ലെങ്കിൽ BTech 60% മാർക്കോട് കൂടി പാസ്സായാൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 76 വേക്കൻസിയാണ് ടോട്ടൽ. 2 ജനുവരി 2002 മുതൽ 1 ജൂലൈ 2007 വരെയുള്ളവർക്ക്, ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ പൈലറ്റ് വരുന്നുണ്ട്. നേവിയിൽ പൈലറ്റ് ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ കൂടെയാണ്, ഓർത്തിരിക്കുക. നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ വരുന്നുണ്ട്. എയർ ട്രാഫിക് കൺട്രോളറും വരുന്നുണ്ട്. ഈ 3ലേക്ക് നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech 60% മാർക്ക് വേണം. പിന്നെ 10ാം ക്ലാസ്സിലും +2ലും ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് 60% മാർക്കും, പിന്നെ ടോട്ടൽ മാർക്ക് അഗ്രിഗേറ്റും 60% വേണമെന്ന് ശ്രദ്ധിക്കാം. 25 വേക്കൻസിയാണ് പൈലറ്റിലേക്ക്. നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസറിലേക്ക് 20 വേക്കൻസിയും എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് ATCയിലേക്ക് 18 വേക്കൻസിയാണ്. 2 ജനുവരി 2003 മുതൽ 1 ജനുവരി 2008 വരെയുള്ളവർക്ക് പൈലറ്റിലേക്കും നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസറിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. 2 ജനുവരി 2002 മുതൽ 1 ജനുവരി 2006 വരെ ജനിച്ചവർക്ക് എയർ ട്രാഫിക് കൺട്രോളറിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി അടുത്തത് ലോജിസ്റ്റിക്സ് ആണ്. BE അല്ലെങ്കിൽ BTech, അതല്ലെങ്കിൽ MBA, അതുമല്ലെങ്കിൽ BSc, BCom, BSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ് PG ഡിപ്ലോമയോടുകൂടി പാസ്സായാൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. MCA അല്ലെങ്കിൽ MSc IT ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാൻ പറ്റും ലോജിസ്റ്റിക്സിലേക്ക്. 10 വേക്കൻസിയാണ്. ജനുവരി 2, 2002 മുതൽ ജൂൺ 1, 2007 വരെ ജനിച്ചവർക്ക്, ഇതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ലോജിസ്റ്റിക്സിലേക്ക്. അപ്പോൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് കഴിഞ്ഞു. ഇനി എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിലേക്ക് MSc, MA അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech, അതുമല്ലെങ്കിൽ ME, MTech തുടങ്ങിയ ക്വാളിഫിക്കേഷനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് വേക്കൻസി കാണാം. 7 വേക്കൻസി ഈ പറയുന്ന MSc, MA ഒക്കെ ഉള്ളവർക്ക് 7 വേക്കൻസിയും ബാക്കിയുള്ള സ്ട്രീം പഠിച്ചവർക്ക് 8 വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് കാണാം. 2 ജനുവരി 2002 മുതൽ 1 ജനുവരി 2006, 2 ജനുവരി 2000 മുതൽ 1 ജനുവരി 2006 വരെ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ഓക്കെ. ഇനി വരുന്നത് ടെക്നിക്കൽ ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസാണ്. അതിലേക്ക് BE അല്ലെങ്കിൽ BTech 60% മാർക്ക് വേണം. ഈ പറയുന്ന സ്ട്രീമുകൾ മറൈൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, എയറോസ്പേസ്, ഓട്ടോമൊബൈൽ, മെറ്റലർജി, മെക്കട്രോണിക്സ് തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതിലേക്ക് 42 വേക്കൻസി ടോട്ടൽ വന്നിട്ടുണ്ട്. ഇനി വരുന്നത് സബ്മറൈൻ ടെക് എഞ്ചിനീയറിംഗ് ആണ്. പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ, എയറോനോട്ടിക്കൽ, മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സബ്മറൈനിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 8 വേക്കൻസിയാണ് അതിലേക്ക്. രണ്ടിലേക്കുമുള്ള ഏജ് ലിമിറ്റ് 2 ജനുവരി 2002 മുതൽ 1 ജൂലൈ 2007 വരെ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലായി. ഇനി വരുന്നത് ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ്. ഇതെല്ലാം ടെക്നിക്കലിൽ വരുന്നതാണ്. ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് BE അല്ലെങ്കിൽ BTech, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, പവർ ഇലക്ട്രോണിക്സ്, പവർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ട്രീം ഏതെങ്കിലും ഒന്ന് മതി. 38 വേക്കൻസിയാണ്. ഇനി സബ്മറൈൻ ടെക് ഇലക്ട്രിക്കലിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ കാണാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയ ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു സ്ട്രീം പഠിച്ചവർക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. സബ്മറൈൻ ടെക് ഇലക്ട്രിക്കലിലേക്ക്. പിന്നെ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് SSB ഇൻ്റർവ്യൂവിന് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ ആ കാര്യം കൂടി ഓർത്തിരിക്കുക. ഉള്ളവരെന്ത് ചെയ്യുക, അത് വെക്കുക കേട്ടോ. പിന്നെ സെലക്ഷൻ പ്രൊസീജിയറിനൊക്കെ പോകുമ്പോൾ നിങ്ങളത് കയ്യിൽ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്
നമുക്കറിയാം SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, മെഡിക്കൽ എക്സാം ഉണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. പരീക്ഷയും ഫിസിക്കലും വരുന്നില്ല. ഓഫീസർ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ട്രെയിനിങ് വരുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ണൂരിലെ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ട്രെയിനിങ് വരുന്നത്. അപേക്ഷ അയക്കുമ്പോൾ എക്സാമിനേഷൻ ഫീസൊന്നും വരുന്നില്ല. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ യോഗ്യതയുള്ളവർ എന്തായാലും അപേക്ഷ അയച്ചോളൂ. ഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എക്സിക്യൂട്ടീവ്, എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്ക് നിങ്ങൾക്കൊരു ഓഫീസർ നോട്ടിഫിക്കേഷൻ കണ്ണൂരിലെ ഏഴിമല നേവൽ അക്കാഡമി, വീണ്ടും പറയുകയാണ്, കേരളക്കാർക്കൊരു സുവർണ അവസരം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് 24 ജനുവരി മുതൽ 24 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.